ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരല്പം ലേറ്റായിപ്പോയി എഡിറ്റ് ചെയ്യാനായിട്ട്. ഈ വീഡിയോ ഞാൻ എടുത്തത് ഇവിടെ ഈദ് ഹോളിഡേ ആയിരുന്നപ്പോഴാണ്. കുറച്ച് ദിവസങ്ങൾ ഒന്ന് താമസിച്ചു പോയി കേട്ടോ. കാരണം എഡിറ്റ് ചെയ്തെടുക്കാനും വോയിസ് ഓവർ ചെയ്യാനും ഒക്കെ ആയിട്ട് കുറച്ച് സമയം വേണമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയല്ലേ, പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ സമയം കിട്ടാതായി പോവും. ക്ലാസ്സുകളും കാര്യങ്ങളും അങ്ങനെ പോകുന്നത് കൊണ്ട് സമയം കിട്ടിയില്ല. എങ്കിലും ഇത്തിരി സമയം കിട്ടിയപ്പോൾ എഡിറ്റ് ചെയ്യുകയാണ്. ഇത് ബർക്കയിലെ ഫാം ഹൗസാണ്. ഞങ്ങൾ വോയിസ് ഓഫ് മസ്കറ്റിൻ്റെ ടീം എല്ലാവരും കൂടി ചേർന്ന് ഫാം ഹൗസിലൊരു ഗെറ്റ് ടുഗദർ വെച്ചതാണ്. അപ്പോൾ ഈ വോയിസ് ഓഫ് മസ്കറ്റിൽ ഞങ്ങൾ ഫാമിലി എന്ന് പറയുന്നത് ഒരു കുടുംബം പോലെ ആയിത്തീർന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും നല്ല കൂട്ടായി പരസ്പരം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും എന്ത് വിശേഷം ഉണ്ടെങ്കിലും പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറി. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്നിട്ട് 8 വർഷമായി. കുറേ നല്ല കൂടപ്പിറപ്പുകളെ എനിക്ക് കിട്ടി. ഒരുപാട് സ്നേഹവും ഒരുപാട് സന്തോഷമൊക്കെ നൽകുന്ന കുറേ നല്ല ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ നമ്മളുടെ കൂടെ പാടുന്ന ചേട്ടന്മാരുടെ ഭാര്യമാരെയൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാറുണ്ട്. തിരിച്ച് അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഗെറ്റ് ടുഗദർ പോകുന്നത് ഫാം ഹൗസിൽ. മിക്കപ്പോഴും ഒരുപാട് പ്രോഗ്രാമുകൾ പങ്കെടുക്കാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു രാവിലെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ചിലവഴിച്ച് രാത്രി തിരിച്ചു വരുന്ന ഒരു രീതി ആദ്യമായിട്ടായിരുന്നു. സാധാരണ നമ്മൾ ഫാമിലികൾ പരസ്പരം ഒരു ബർത്ത്ഡേയും മറ്റും വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയും പോവുകയും വരികയൊക്കെ ചെയ്യും. എങ്കിലും ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവത്തിലുള്ളത്. വോയിസ് ഓഫ് മസ്കറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സാധാരണ പ്രാക്ടീസ് ചെയ്യുകയും മറ്റും ചെയ്യുകയും അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 1-2 പ്രോഗ്രാമുകൾ ഇങ്ങനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെയിനായിട്ടുള്ള ശ്രീകുമാർ ചേട്ടനാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റീവായിട്ട് എടുത്ത് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ സീന ചേച്ചിയാണ് മൈക്കും എടുത്തുകൊണ്ട് അവിടെ ഒരു തകർപ്പൻ പെർഫോമൻസാണ്. എന്താണെന്നല്ലേ, സീന ചേച്ചിക്ക് കിട്ടിയിട്ടുള്ള ഡ്യൂട്ടിയാണത്. അതായത് മനപ്പൊരുത്തം എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഓരോ റൗണ്ടുകളും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. നമ്മളിപ്പോൾ ചാനലുകളിലും മറ്റും എപ്പോഴും ഓരോ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മനപ്പൊരുത്ത റൗണ്ടെന്ന് പറഞ്ഞിട്ടൊരു റൗണ്ടായിരുന്നു അത്. കുറേ ഗെയിമുകൾ അങ്ങനെയൊക്കെയാണ് ചേച്ചി കൊടുത്തിരുന്നത്. അപ്പോൾ ചേച്ചി ഹസ്ബൻഡിനോടൊരു ചോദ്യം ചോദിക്കും, അത് ഭാര്യയും അതേ ചോദ്യം ആൻസർ എഴുതണം. അപ്പോൾ രണ്ടുപേരും ഒരുപോലെ എഴുതി കഴിയുമ്പോൾ മനപ്പൊരുത്തമുണ്ട് അത്. പിന്നെ അല്ലാതെ കോമഡി ആയിട്ടുള്ള കുറേ തമാശ ചോദ്യങ്ങളും കുസൃതി ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ പറയുമല്ലോ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. കുറേ സമയം അങ്ങനെ ചിലവഴിച്ചു. ഒരുപാട് സന്തോഷം. നമ്മൾ ഈ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് അന്യനാട്ടിൽ പോയി നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ഗെറ്റ് ടുഗദർ നമുക്ക് ഒരുപാട് സന്തോഷം നൽകും. എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ പാട്ടൊക്കെ പാടുമ്പോൾ ഒരുപാട് ഇത് പാടണം, ഈ പാട്ട് പാടിയാൽ മതി സജി എന്നോട് പറയുന്നതൊക്കെ ചേച്ചിമാരാണ്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നമുക്ക് പറഞ്ഞിട്ട് ഇത് പാട്, ഇതറിയാമോ അതറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ട്. സാധാരണ എനിക്കങ്ങനെ ഉള്ള സപ്പോർട്ടൊക്കെ നമ്മൾ നാട്ടിൽ സ്കൂളിലായിരുന്നപ്പം അവിടുത്തെ ടീച്ചർമാർ, പിന്നെ വീട്ടിലായിരുന്ന പപ്പ മമ്മി ഇവരൊക്കെയായിരുന്നു തരിക. പക്ഷേ ഇവിടെ വന്നപ്പോഴും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാനും നമ്മളോട് ആ പാട്ട് പാടി ഈ പാട്ട് പാടെന്ന് പറയാനും ഒക്കെ ആളുകളുണ്ടെന്ന് അറിയുമ്പോൾ ആ ഒരു സന്തോഷം അത് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. പിന്നെ അവിടെ എന്ന് പറയുന്നത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉദാഹരണം നമ്മുടെ ഞങ്ങളുടെ കുഞ്ഞൂസാണ് കേട്ടോ. അതായത് സോണി ചേച്ചിയുടെ വിനോദൻ്റെ മകനാണ്. അവൻ ശങ്കുരുമോനോട് ഒരുപാട് അടുപ്പത്തിലായി. അവന് ഒരു നല്ലൊരു കൂട്ടുകാരനും കൂടപ്പിറപ്പൊക്കെ ആയിട്ട് ഇവർ എപ്പോഴും പ്രോഗ്രാംസ് വരുമ്പോഴും പ്രാക്ടീസിന് വരുമ്പോഴും എല്ലാം ഇവർ ഒരുമിച്ച് കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ വിനോദേട്ടൻ, സോണി ചേച്ചി, ശശിയേട്ടൻ, അജീഷേട്ടൻ, രാധാകൃഷ്ണൻ ചേട്ടൻ, ഈന ചേച്ചി, ബിന്ദു ചേച്ചി, പ്രമീള ചേച്ചി, സന്ധ്യ ചേച്ചി, അങ്ങനെ ഒരു നീണ്ട നിര. ഇവരൊക്കെ രാവിലെ വന്ന് വലിയ തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. ശരിക്കും ഈ ചേച്ചിമാരാണ്
കിച്ചണിലെ സകല കാര്യങ്ങളും ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും ഗൗരവമൊന്നും വേണ്ട കേട്ടോ, അച്ഛൻ ഇങ്ങോട്ടൊക്കെ നോക്കാം. അയ്യോ സോറി. എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് സീന ചേച്ചി. അതല്ല, നാളെ ഫേസ്ബുക്കിൽ രാവിലെ തന്നെ കാണാം. ഫീലിംഗ് വെൽ അല്ലെങ്കിൽ ഫീലിംഗ് ബാഡ് അല്ലെങ്കിൽ ഹാപ്പി എന്തെങ്കിലും കാണാം. അതെ, സുഖം. ഇത് സന്ധു ചേച്ചിയാണ്, അജീഷേട്ടൻ്റെ വൈഫ്. ചേച്ചി ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവിടെ ക്ലീനിങ്ങിന് ആൾ വരും, മാറി കൊടുക്കണം എന്നൊക്കെ പറയുന്നതാണ്. പിന്നെ എന്താ വേറെ, എല്ലാവരും വൈഫൈ കണക്ട് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ സുരേഷ് ചേട്ടൻ, വോയിസ് ഓഫ് മസ്കറ്റിലെ സൂപ്പർ ഒരു പാട്ടുകാരനാണ്. ചേട്ടൻ്റെ പാട്ട് അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നീട് പറയുകയാണെങ്കിൽ ഇവരൊക്കെ എന്താ പറയുക, നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് എല്ലാവരും ഉണ്ടായിക്കൊണ്ട് വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിൽ ഉച്ചയായപ്പോഴേക്കും അത് എല്ലാവർക്കും വിളമ്പാൻ വേണ്ടി ഓരോരുത്തർ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ പപ്പടം പൊള്ളിക്കാനും ഒക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോയി സമയം. ശങ്കുരുക്കുട്ടൻ ഈ സമയത്ത് എനിക്ക് ഒത്തിരി വീഡിയോസൊക്കെ എടുത്ത് എന്നെ സഹായിച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും മക്കളൊക്കെ സ്വിമ്മിങ് പൂളിലായിരുന്നു. മക്കൾ മാത്രമല്ല വലിയവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നീട് ഒരുപാട് പാട്ടുകളൊക്കെ പാടി. കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, പാട്ടുകൾ പാടുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകുന്നത് കൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. മാക്സിമം കുറേയൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ ഒരു വീഡിയോ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നീട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ രാത്രി ഞങ്ങൾ മടങ്ങിപ്പോയിരുന്നു. അവരൊക്കെ അവിടെ സ്റ്റേ ആയിരുന്നു. ടാറ്റാ.